നമസ്കാരം. അങ്ങനെ നവരാത്രി ഉത്സവം കഴിഞ്ഞു. അപ്പോൾ ഈ നവരാത്രി കാലങ്ങളിൽ ദേവിക്ക് പ്രധാനമാണല്ലോ. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങളും കൊലുവൊക്കെ വെച്ചിട്ടുണ്ടാവും. പലരും ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കൊലുവൊക്കെ കാണാനൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കൊച്ചു പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ലക്ഷ്മി ദേവിയായി ഭാവിച്ച് അവർക്ക് പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കുപ്പികളൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് അങ്ങനെ അവരെ ലക്ഷ്മി ദേവിയായി ഒരുക്കി വേണം നമ്മൾ ഇങ്ങനെ കൊലുവൊക്കെ കാണാനായിട്ട് കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവീനെ നമ്മൾ ഒരുക്കി സുന്ദരിയാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലക്ഷ്മി ദേവി നമ്മുടെ അടുത്തേക്ക് വരുമെന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ ഞാനും 2-3 ക്ഷേത്രങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ കൊലുവൊക്കെ കണ്ടു. ക്ഷേത്രത്തിൽ തന്നെ എനിക്ക് പ്രസാദമൊക്കെ കഴിക്കാൻ പറ്റി. പിന്നെ ആനയൊക്കെ കണ്ട് അങ്ങനെ എല്ലാം ഒരു ഹാപ്പി ആയിട്ട് നവരാത്രി ആഘോഷിക്കാനായിട്ട് കഴിഞ്ഞു.